ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമുസ് കടലിടുക്കിലെ കപ്പലാക്രമണം, ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ആക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. കാർഗിൽ യുദ്ധവിജയം ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിരോധ വീര്യത്തിന്റെ പ്രതീകമാണെന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യവേ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒരു സവാരി, ഒരു രാഷ്ട്രം, ഒരു സല്യൂട്ട് എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന റാലിയിൽ 28 ബൈക്ക് യാത്രികരാണ് പങ്കെടുക്കുന്നത്. 13 ദിവസം കൊണ്ട് 1900 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ മാസം 26 ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകത്തിൽ റാലി സമാപിക്കും. വഴിമധ്യേ വിവിധ യുദ്ധസ്മാരകങ്ങളിൽ ആദരവ് അർപ്പിക്കുന്ന സംഘം വീരമൃത്യു വരിച്ച സൈനികരുടെ പത്നിമാരെ ആദരിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർദ്ദിഷ്ട സംഭരണ നയവും പ്രൈവറ്റ് എന്റർപ്രണേഴ്സ് ഗ്യാരണ്ടി സ്കീമും വിലയിരുത്തിയ യോഗത്തിൽ പ്രാദേശിക സംഭരണ അസന്തുലിതാവസ്ഥ, അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. നിർമ്മിത ബുദ്ധിക്ക് യുവാക്കളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഹൈദരാബാദിൽ ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക മാറ്റങ്ങൾക്കനുസരിച്ച് നൈപുണ്യം മെച്ചപ്പെടുത്തി തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭയം മറികടക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനായി സ്കിൽ ഇന്ത്യ മിഷൻ വഴി പുതിയ കോഴ്സുകൾ ആരംഭിക്കും. ഇന്ത്യക്കാർക്ക് അന്താരാഷ്ട്ര തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി കരാറുകളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സർവകലാശാല കർണാടകയിൽ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ. ബംഗളൂരുവിൽ ഗൂഗിൾ കണക്ട് ഇന്ത്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകോത്തര നിലവാരമുള്ള പ്രതിഭകളെ വാർത്തെടുക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായ മേഖല, സർക്കാർ എന്നിവ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിലും നിർദ്ദിഷ്ട സർവകലാശാല നിർണായക പങ്ക് വഹിക്കുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. സ്റ്റാർട്ടപ്പുകൾക്കും കമ്പനികൾക്കും നിർമ്മിത ബുദ്ധി മേഖലയിൽ ഗവേഷണം നടത്തുന്നതിനുള്ള AI ഹബ്ബ് സ്ഥാപിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ആക്രമിക്കപ്പെട്ട MT അൽ ബഹിയ, MT മൊംബാസ എന്നീ കപ്പലുകളിലെ 30 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. ടെക്സ്റ്റൈൽ, ഫാഷൻ മേഖലയിലെ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3ാം പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി മാറിയതായും അദ്ദേഹം പറഞ്ഞു. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമി ഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. തുടർച്ചയായ 3ാം വട്ടം ലോകകപ്പ് ഫൈനലിൽ ഇടം നേടാൻ ലക്ഷ്യമിട്ടാണ് ഫ്രാൻസ് ഇറങ്ങുന്നത്. അതേസമയം 2010-ലെ കിരീട നേട്ടത്തിന് ശേഷമുള്ള ആദ്യ ലോകകപ്പ് ഫൈനൽ പ്രവേശനത്തിനായാണ് സ്പെയിൻ പൊരുതുക. വ്യാഴാഴ്ച നടക്കുന്ന 2ാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20-നാണ് ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഫൈനൽ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 259 റൺസ് വിജയലക്ഷ്യം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാൻ ആകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിൽ ഉണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്നും അദ്ദേഹം അറിയിച്ചു. अगर हम फ्लाई ऐश का एक अच्छा ट्रांसपोर्टेशन मैकेनिज्म बना सकते हैं तो देन वी कैन यूज फ्लाई ऐश इन इकोनॉमिक वे. सीमेंट में प्रोडक्शन में यूज कर सकते हैं या फिर रोड कंस्ट्रक्शन या किसी दूसरे कंस्ट्रक्शन में हम काम में ले सकते हैं. रेल ट्रांसपोर्टेशन में जब उसको वैगन में भरते हैं तो फ्लाई ऐश बहुत फाइन होने से उसको लोड करने के टाइम में बड़ा पॉल्यूशन होता है. सो दैट्स व्हाई वी ब्रॉट दिस रिफॉर्म. തൊഴിൽ ശക്തിയും യുവശക്തിയുമാണ് ദേശീയ പുരോഗതിയുടെ നിർണായക ഘടകങ്ങളെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്തെ 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് ഹൈദരാബാദിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സനാത് നഗർ ESIC ആശുപത്രിയിലെ അത്യാധുനിക OPD ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി മറ്റ് 6 ESI പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ 2ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ $771 മില്യൺ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ FTA ഇരു രാജ്യങ്ങളിലെയും സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുമെന്നും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 561 പോയിന്റ് കുറഞ്ഞ് 77,054-ലും നിഫ്റ്റി 158 പോയിന്റ് നഷ്ടത്തിൽ 24,052-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,04,720 രൂപയും ഗ്രാമിന് 13,090 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല.
ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.